പ്രിയ പോയി കുറച്ച് നിമിഷം കഴിഞ്ഞതും ശ്യാം ആദിയുടെ അരികിൽ ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചതും നിറഞ്ഞു വന്ന കണ്ണുകൾ മറച്ചു പിടിക്കാൻ പാടുപെടുന്ന ആദിയാണ് കാണുന്നത്. എന്താടാ ഇതൊക്കെ? ഇത്രയും നേരം അവളുടെ മുന്നിൽ സ്വയം തരം താഴ്ന്നു നിന്നിട്ട് ഇപ്പം കരയുന്നു. നിന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇതുപോലെ നീ വേദനിക്കണമെങ്കിൽ നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പറ, എന്താ കാര്യം? എന്തായിരുന്നു ഇപ്പോൾ ഇവിടേക്ക് നടന്നതിൻ്റെ അർത്ഥം? നീ ഞങ്ങളോട് എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാം നഷ്ടപ്പെട്ട് നിൻ്റെ മുന്നിൽ കരയുന്ന പ്രിയെ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്? ആ പറഞ്ഞത് കള്ളായിരുന്നെന്നേ ഞങ്ങൾക്കറിയാം, പക്ഷെ എന്തിനാണെന്ന് മാത്രം അറിയില്ല. ചെന്നൈയിലേക്കൊന്നും പറഞ്ഞു പോയാൽ നിനക്ക് എന്താണ് പറ്റിയത്? പറ, ഞങ്ങൾക്കെല്ലാം അറിയണം. ശ്യാം ആദിയെ ഒരിടത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് ഓരോന്നും ചോദിക്കുകയാണ്. അവളിപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ ആയിരിക്കും അല്ലേടാ? ആയിരിക്കും. അത്രമാത്രം വെറുപ്പിച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞയച്ചത്. വെറുക്കണം. എന്നോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് വാശിയോടെ അവൾ മുന്നോട്ടുള്ള കാലം ജീവിക്കണം. അവൾ എന്തുമാത്രം പാവാണെന്നോ, അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് അവളില്ലാതെ പറ്റില്ലടാ. അവളെനിക്ക് ജീവനാ. അതെത്രയും പറഞ്ഞ് ശ്വാസം അടക്കി പിടിച്ചു, കണ്ണുകൾ ഇറുകെ പൂട്ടി. ഇത്രയ്ക്കും സ്നേഹം ഉണ്ടായിട്ടാണോ നീ അവൾ അത്രത്തോളം വേദനിപ്പിച്ചു വിട്ടത്? ശരിക്കും എന്താ നിനക്ക് പറ്റിയത്? ഷെബി ആദിയുടെ തോളിൽ കയറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ അച്ഛൻ പറഞ്ഞടാ, ഞാൻ അവൾക്ക് ചേർന്ന ഒരുത്തനല്ലെന്ന്. ഞാൻ കാരണം അവളുടെ ഭാവിയാണ് നശിക്കുന്നതെന്ന്. ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു അയാൾക്ക് താല്പര്യമെന്ന്. അതുപോലെ ഒരാൾ അവൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന്. അത്രയും പറഞ്ഞ് ആദ്യം നിർത്തി. ആദ്യം നീ ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ? അപ്പോൾ അയാൾ നിന്നോട് കാണിച്ച സ്നേഹമൊക്കെയും വെറും നാടകമായിരുന്നോ? അയാളുടെ സംഗീതജ്ഞൻ മാത്രമല്ല, നല്ല നടൻ കൂടിയാണെന്നേ അറിയാൻ എനിക്ക് ചെന്നൈ വരെ പോവേണ്ടി വന്നു. അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ചെന്നൈയിലേക്ക് പോകുന്നത്. രാവിലെ 10 മണിക്ക് സ്റ്റുഡിയോയിൽ എത്താൻ പറഞ്ഞിരുന്നു. ഞാൻ 9 മണിക്ക് എത്തുന്നത് പോലെ പോയതുമാണ്. എയർപോർട്ടിൽ നിന്ന് ഒരു ക്യാബ് പിടിച്ച് സ്റ്റുഡിയോയിലേക്ക് പോകാൻ നേരാണ് വഴിയിൽ ഒരു ആക്സിഡൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. 6 അല്ലെങ്കിൽ 7 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞ് റോഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. കൂടെയുള്ള മധ്യവയസ്കയായ സ്ത്രീ എല്ലാവരോടും സഹായം ചോദിക്കുന്നുണ്ട്. എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയില്ല. അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വേണ്ടപ്പെട്ടവരേക്ക് ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെയും കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ 11 മണി. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ദേവദത്തിന് ഒരുപാട് തവണ ഫോണിൽ വിളിച്ചിരുന്നു, പക്ഷെ അയാൾ എടുത്തിരുന്നില്ല. സ്റ്റുഡിയോയിൽ ഞാൻ എത്തുമ്പോഴേക്കും ആ പാട്ട് മറ്റൊരു സിംഗറെ വെച്ച് പാടിച്ച് കഴിഞ്ഞിരുന്നു. അതിലെനിക്ക് ഒരു വിഷമമില്ലായിരുന്നു. പക്ഷെ ദേവദത്ത് അവിടെ വെച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതെൻ്റെ മനസ്സിനാകെ ആടി ഉലച്ചു കളഞ്ഞിരുന്നു. ആദിയുടെ ഓർമ്മകൾ അന്നേ ദിവസത്തിലേക്ക് പോയി. എന്താ ആദി ഇത്? 10 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 11 മണി. കൃത്യനിഷ്ഠത എന്നത് എനിക്ക് നിർബന്ധമാണ്. ഇത്രയും സീരിയസ്നെസ് ഇല്ലാത്ത ഒരാളെ ഇതിലേക്ക് സെലക്ട് ചെയ്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇതുപോലെ മെച്ചൂർഡല്ലാത്ത ഒരാളായിരുന്നില്ല എൻ്റെ മകളുടെ ലൈഫിൽ വരേണ്ടിയിരുന്നത്. എൻ്റെ മകളെ കെട്ടുന്നവൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ആദിക്ക് ഓഫർ നൽകിയത്. എങ്ങനെയും ആദ്യം രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതി. ആദ്യക്ക് ഇതൊക്കെയും വെറും പിള്ളേര് കളിയായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയല്ല. സോറി അങ്കിൾ, വഴിയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് കണ്ടപ്പോൾ വേണ്ട, എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കാൻ തീരെ താല്പര്യമില്ല. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്കിൾ എന്താ പറഞ്ഞു വരുന്നത്? കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടിയിൽ ആക്ടർ രാഹുൽ രാജിന് പ്രിയയെ കണ്ടപ്പോൾ ഇഷ്ടമാവുകയും എന്നോട് വിവാഹത്തെ പറ്റി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അവളുടെ പാർട്ട്ണറായി രാഹുലിനെ പോലെയുള്ള ഒരാളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ രാഹുലിനോട് ആലോചിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ എന്തൊക്കെയായി പറയുന്നത്? പ്രിയ നിയമപരമായി എൻ്റെ ഭാര്യയാണ്. ഒന്നിൻ്റെ പേരിലും അവൾ അങ്ങനെ ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന ആദിക്ക് ഇത്തവണ ദേഷ്യം വന്നു. നിങ്ങളുടെ വിവാഹം നടന്നതേ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അത് ഞാനൊരു വിവാഹമായിട്ട് കണ്ടിട്ടില്ല. എനിക്ക് വലുത് എൻ്റെ മകളുടെ ലൈഫാണ്. അച്ഛൻ്റെ ചിലവിൽ ജീവിക്കുന്ന ആദിയുടെ കൂടെയുള്ള ജീവിതം എൻ്റെ മകൾക്ക് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വന്തമായി കഴിവ് തെളിയിക്കുക എന്ന് വെച്ചാൽ ആദിക്ക് അതത്ര ഈസിയല്ല. വർഷങ്ങൾ വേണ്ടിവരും. ഈ കാലയളവിൽ ആദിയുടെ കൂടെ നടന്ന് നഷ്ടപ്പെടുന്നത് എൻ്റെ മകളുടെ വിലയേറിയ വർഷങ്ങളാണ്. ഞാൻ അവളെ ഒരു ഡോക്ടറായി കാണാനാണ് ആഗ്രഹിച്ചത്. ഇപ്പോഴത്തെ ഈ പഠനം വെറും താൽക്കാലികം മാത്രമായിരുന്നു. അതിനിടയിലാണ് അവളുടെ ഉള്ളിൽ നീ പ്രണയം കോരിയിടുന്നത്. അവളിപ്പോഴുള്ളത് പ്രണയമെന്ന മായാലോകത്താണ്. അവളുടെ ഉള്ളിലിപ്പോൾ നീയും നിന്നോടുള്ള പ്രണയം മാത്രമേ ഉള്ളൂ. പ്രണയം മാത്രമാണോ ജീവിതം? അവൾ മറ്റൊരാളുടെ കാൽക്കീഴിൽ ജീവിക്കുന്നതിനോടെ എനിക്ക് തീരെ താല്പര്യമില്ല. അവളെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതാണ് ആദ്യം ഇല്ലാതാക്കിയത്. അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എനിക്ക് നിർബന്ധമായിരുന്നു.
അതിനുവേണ്ടി ഞാൻ അവളെ ലണ്ടനിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. അവിടെ അവൾക്ക് പഠിക്കാനും താമസിക്കാനും വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും തടസ്സം ആദിയാണ്. ആദിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടേ അവൾ അങ്ങോട്ട് പോവാൻ കൂട്ടാക്കില്ല. ആദിയെ കൊണ്ട് അവൾക്ക് ഈ പറഞ്ഞ വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ ആദിയുടെ അച്ഛൻ്റെ പണം കൊണ്ട് പറ്റുമായിരിക്കും. അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ആദ്യം തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല, പിന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി അവളെ പഠിപ്പിക്കാൻ പോകുന്നത്. അവൾക്കിപ്പോൾ ആദിയുടെ കൂടെയുള്ള ഈ ജീവിതവും ഇതൊക്കെയാണ് ലൈഫെന്ന് തോന്നുന്നു. പിന്നീട് എല്ലാത്തിനും ആദിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അവൾ നഷ്ടപ്പെടുത്തിയ ഈ അവസരത്തെക്കുറിച്ചോർത്ത് അവൾ ഉറപ്പായും ദുഃഖിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് ആദ്യം എതിരെ നിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവളെ എങ്ങനെയെങ്കിലും ലണ്ടനിലേക്ക് പോകാൻ സമ്മതിപ്പിക്കുകയും വേണം. അവളുടെ പഠിത്തത്തിനിടയിൽ ആദിയുടെ ഓർമ്മകൾ പോലും വരാത്ത തരത്തിലായിരിക്കണം അവൾ ഇവിടെ നിന്ന് പോവേണ്ടത്. അതിന് എന്ത് വേണമെന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക. പിന്നെ ആദി, എൻ്റെ മകളുടെ ലൈഫിൽ നിന്ന് ആദ്യം എന്നേക്കുമായി ഒഴിവായി തരികയാണെങ്കിൽ ഞാൻ ആദിക്ക് ഇനിയൊരു ചാൻസ് കൂടി തരാൻ തയ്യാറാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്ന ഓഫർ അത് വെറും ഡ്രാമ ആയിരുന്നു. എൻ്റെ മകളുടെ മുന്നിൽ ഞാനൊരു ബെസ്റ്റ് ഫാദർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ചെറിയൊരു ഡ്രാമ. പക്ഷേ ഇപ്പോൾ തരുന്ന ഓഫർ അത് റിയലാണ്. പക്ഷേ എൻ്റെ മകളെ എന്നേക്കുമായി ആദ്യം എനിക്ക് വിട്ടുതരണം. ഇത്രയും പറഞ്ഞ് ദേവ് നിർത്തി. ദേവ് പറഞ്ഞതൊക്കെയും കേട്ടപ്പോൾ ആദിയുടെ ഉള്ളിൽ സങ്കടവും അപമാനവും ദേഷ്യവും ഒക്കെ തോന്നിയെങ്കിലും അത് പ്രകടമാക്കാതെ പറഞ്ഞു, സോറിയെങ്കിൽ ജീവിതത്തെ കുത്തുപാളെടുത്താലും അങ്കിളിൻ്റെ ഓഫർ അത് ഞാൻ സ്വീകരിക്കില്ല. എനിക്ക് പ്രിയോടുള്ള പ്രണയത്തിന് അങ്കിളുടെ വിലയാണ് ഈ ഓഫറെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞങ്ങളുടെ പ്രണയത്തിന് ഞാൻ കൽപ്പിക്കുന്ന വില അതിനും എത്രയോ മുകളിലാണ്. അവളെ മറന്നിട്ട് എനിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. അവളെ ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല. പക്ഷെ ഇപ്പം അങ്കിൾ പറഞ്ഞതുപോലെ എൻ്റെ സ്വന്തം ചിലവിൽ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അതെനിക്ക് പ്രയാസമാണ്. ഞാനവളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം അങ്കിൾ പറഞ്ഞതുപോലെ അവളെ ലണ്ടനിലേക്ക് പറഞ്ഞു വിടാൻ ഞാൻ തയ്യാറാണ്. പഠിത്തം കഴിഞ്ഞ് അവൾ തിരികെ വരുമ്പോൾ അവൾക്ക് വേണ്ടി അങ്കിൾ ഇപ്പോൾ ചിലവിടുന്ന പണം മുഴുവനും ഞാൻ തിരിച്ചു തന്നിരിക്കും. ഇതെൻ്റെ വാശിയാണ്. പിന്നീട് അവൾ ഈ ആദിയുടെ മാത്രമായിരിക്കും. അതിനിടയിൽ അങ്കിൾ അതിബുദ്ധി കാണിക്കാൻ നിൽക്കണ്ട. അങ്കിൾ ഇപ്പോൾ കാണിച്ചതേ ഞാൻ ക്ഷമിച്ചു. ചതി അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. അങ്കിൾ അവൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെയും റെഡിയാക്കി വെച്ചോളൂ. പിന്നെ അങ്കിളുടെ സഹായം ഇല്ലാതെ ആഗ്രഹിച്ചത് നേടാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ. അത്രയും പറഞ്ഞ ആദി അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ്. ഇതാണ് അന്ന് സംഭവിച്ചത്. ആദി ഓർമ്മകളിൽ നിന്ന് ഉണർന്നുകൊണ്ട് പറഞ്ഞു, പിന്നെ പ്രിയ പറഞ്ഞില്ലേ അവൾ ചെന്നൈയിലേക്ക് പോയതിന് ശേഷം ഞാൻ അവളെ വിളിച്ചിട്ട് പോലുമില്ലെന്ന്. അതും അയാളുടെ നാടകമായിരുന്നു. ഇവിടുന്ന് പോവാൻ നേരം അയാൾ എന്നോട് പറഞ്ഞിരുന്നു, കൂടെ ഞാൻ അവളെ വിളിച്ചാൽ അവൾക്ക് എപ്പോഴും എന്നെ മാത്രം മതി എന്നാവും. അവൾ അയാളെയും കൂടി കുറച്ച് സ്നേഹിക്കട്ടെ, അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം അവൾ വിളിക്കാതിരിക്കുന്നതാവും നല്ലത്. ആ സമയത്ത് അവൾ അയാളോട് കുറച്ച് അടുക്കുകയും ചെയ്യുമെന്ന്. ഞാനത് വിശ്വസിച്ചു പോയി അവളെ വിളിക്കാതിരിക്കാൻ ശ്രമിച്ചു. ആദ്യം അത്രയും പറഞ്ഞു നിർത്തി. അയാൾ ഇത്രയും സ്വാർത്ഥനായിരുന്നു. എന്നിട്ട് അയാളുടെ വാക്കും കേട്ടാണോ നീ ഇപ്പോൾ പ്രിയോട് ഈ കാട്ടിക്കൂട്ടിയതൊക്കെയും? നിനക്ക് തോന്നുന്നുണ്ടോ പഠിത്തം കഴിഞ്ഞ് അവൾ തിരികെ വന്നാൽ നിന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നു? അതിനിടയിൽ അയാൾ എന്തൊക്കെ ചെയ്യില്ലെന്ന് ആര് കണ്ടു? ഷ്യാം മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. അവളെ പറഞ്ഞേക്കാൻ ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അത്രയും പറഞ്ഞ് ആദ്യം ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആ നിമിഷം ആദ്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നതും ആദ്യം ആൻസർ ബട്ടൺ അമർത്തി ഫോൺ കാതോട് അടുപ്പിച്ചു. ആ ഫോൺ കോളായിരുന്നു ആദിയുടെ ജീവിതം മാറ്റിമറിച്ചത്. നമ്മളൊക്കെ ഇന്ന് കാണുന്ന ആദിയിലേക്കുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു. 5.5 വർഷങ്ങൾക്കും ഇപ്പുറം അവൻ ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന മ്യൂസീഷ്യൻ ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ ഫോൺ കോൾ ആയിരുന്നു. അത്രയും പറഞ്ഞ് ശ്യാം നിർത്തി മുന്നിലുള്ള പൂജയെയും നയനയെയും മിന്നുവിനെയും നോക്കി. ഹേ മിൻഹ, പൂജ, നയന, മതി കഥ കേട്ടത്. വാ കേക്ക് കട്ട് ചെയ്യാം. ഒരു MLA പിടിച്ചു നിർത്തിയാണ് നിങ്ങൾ ഈ കഥ പറയിപ്പിക്കുന്നത് എന്ന് ഓർമ്മ വേണം. അവന് നിങ്ങളെപ്പോലെ അവിടെ ചൊറിയും കുത്തിയിരിക്കുകയല്ല പണി, പിടിപ്പത് പണിയുള്ളതാ. അടുത്ത ഇലക്ഷനിൽ ഒരു മന്ത്രി കസേര ലക്ഷ്യമിടുന്ന ഒരു പാവം ജനനായകനാണ് അവൻ. അവൻ്റെ വിലപ്പെട്ട സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പിന്നിൽ നിന്നും ഗോകുൽ പറയുന്നത് കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി. ഇന്ന് പൂജയുടെയും ശ്യാമിൻ്റെയും 1ാം വിവാഹ വാർഷികമാണ്. അതിൻ്റെ ആഘോഷത്തിനിടയിൽ മിന്നു, നയനയും പൂജയും ശ്യാമിനെ പിടിച്ചിരുത്തി എന്താണ് ആദിക്കും പ്രിയയ്ക്കിടയിൽ സംഭവിച്ചത് എന്ന കാര്യം പറയിപ്പിച്ചതാണ്. അന്ന് പ്രിയ പോയതിൽ പിന്നെ അവരാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പൂജയും മിന്നുവിനെയും ഒന്ന് വിളിച്ചത് പോലുമില്ല. പൂജ ഒരുപാട് പ്രാവശ്യം ശ്യാമിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിലും അവനൊന്നും പറഞ്ഞിരുന്നില്ല.
ഡാ ശ്യാം, നീ പെട്ടെന്ന് വന്നേ, ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ആദ്യം പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവാൻ. പിന്നിൽ നിന്നും ഷെബിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി. ഇന്ന് ആദ്യമായിട്ടും വരുന്നുണ്ടോ? ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? ഞങ്ങൾക്കും കാണണമെന്നുണ്ടായിരുന്നു. നമ്മളെയൊക്കെ കണ്ടാ മൈൻഡ് ചെയ്യുമോ? മൈൻഡ് ചെയ്യാതിരിക്കാൻ അവൻ്റെ പേര് ഷാനിബലി എന്നൊന്നുമല്ലല്ലോ. മിന്നുവിൻ്റെ പറച്ചിലിട്ട് ഷെബി അപ്പം തന്നെ ഒന്ന് താങ്ങി. അതെൻ്റെ വുഡ്ബിയുടെ പേരല്ലേ? ആണോ? അത് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാം. ഷെബി ഒന്നും അറിയാത്ത പോലെ നിന്നുകൊണ്ട് പറഞ്ഞു. എന്നാ ആണെങ്കിൽ ആണ്. അല്ല ചങ്ങായി, പ്രായം 19 ആയില്ലേ? ഇങ്ങൊക്കെ പെണ്ണൊന്നും ആയില്ലേ? മിന്നു ഷെബിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പോടി, 19 നിൻ്റെ മറ്റവന് 28 ആവുന്നതേ ഉള്ളൂ. 28എങ്കിൽ 28. ശ്യാമേട്ടൻ കെട്ടി ഇപ്പോൾ ദേ ഒരു കൊച്ചിൻ്റെ അച്ഛനാവാൻ പോകുന്നു. ഗോകുലേട്ടൻ്റെ മാരേജ് നെക്സ്റ്റ് മന്ത് നടക്കും. ആദ്യേട്ടനും പ്രിയയും പിണങ്ങി കഴിയുകയാണെങ്കിലും നിലവിൽ അവർ ഡിവോഴ്സ്ഡ് അല്ല. എന്നിട്ടും നിങ്ങളെന്താ ഇങ്ങനെ ഒറ്റത്തടിയായി നിൽക്കണേ? പെണ്ണ് കിട്ടാഞ്ഞിട്ടാ? പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നല്ല എൻ്റെ മിന്നുവേ. എൻ്റെ മനസ്സിൽ നീയായിരുന്നില്ലേ? നിന്നെ മറന്ന് എനിക്കൊരു ജീവിതം അത് പ്രയാസമാണ്. എന്നാലും എനിക്കൊരു അവസരം തരായിരുന്നു. ഷെബി അടിച്ച് അവളുടെ അന്നാക്കി കയറ്റി കൊടുത്തു. ഓ പിന്നെ ഇതന്നെയല്ലേ നിങ്ങൾ ആ നൈഷയോടും പറഞ്ഞത്? നൈഷയോട് ഞാൻ ഇത്രയും ആത്മാർത്ഥമായി പറഞ്ഞിട്ടില്ലെന്ന്. ഇത് 916 ആണ്, വിശ്വസിക്കാം. എൻ്റെ കണ്ണി എന്നോടുള്ള മുഹബത്ത് അലയടിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല എൻ്റെ മിന്നുവേ. ഷെബിയുടെ പറച്ചിൽ കേട്ട് മിന്നു വാ പൊളിച്ചു നിന്നുപോയി. എൻ്റെ പൊന്നു കൊച്ചേ, ഇവൻ നിന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊക്കെ കേട്ടേ നീ നിന്നെ കെട്ടാൻ പോകുന്ന പയ്യനോട് ഗുഡ് ബൈ പറഞ്ഞ് വന്നേക്കല്ലേ? ശ്യാം മിൻഹയോടെന്ന പോലെ പറഞ്ഞുകൊണ്ട് പൂജയും ചേർത്ത് പിടിച്ച് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പുറത്തെ മുറിയിലേക്ക് നടന്നു. പിന്നാലെ ഗോകുലും നയനയും ഷെബിയും നടന്നതും മിൻഹ ഇപ്പോഴും ഷെബി പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു. അവൾ അവർക്ക് പിന്നാലെ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുമ്പോൾ ഷെബി അവളൊന്ന് തിരിഞ്ഞു നോക്കി. അതേസമയം തന്നെയാണ് മിൻഹയും അവനെ നോക്കിയത്. എടോ, ഞാനൊരു തമാശ പറഞ്ഞത് അതാണെങ്കിൽ വാ എന്നും പറഞ്ഞ് ഷെബി അവളെ വിളിക്കുമ്പോൾ അവൾ അവനോടൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. കേക്ക് കട്ട് ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും 2 കണ്ണുകൾ ഇടയ്ക്കിടെ തന്നിലേക്ക് പാറി വീഴുന്നത് മിന്നു കാണുന്നുണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങും ഭക്ഷണമൊക്കെയും കഴിഞ്ഞ് അവരെല്ലാം പോയതും ശ്യാം പൂജയുടെ മടിയിൽ തലവെച്ച് കണ്ണടച്ച് കിടപ്പുണ്ട്. പൂജയുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിഴകളെ തലോടുന്നുണ്ട്. അല്ല, നിങ്ങൾ കഥയുടെ ബാക്കി പറഞ്ഞില്ലല്ലോ. ആ ഫോൺ കോൾ ആയിരുന്നു ആദ്യേട്ടൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് പറഞ്ഞില്ലേ? ആരായിരുന്നു ആ വിളിച്ചത്? ഇപ്പം തന്നെ പറയണോ എൻ്റെ പൊന്നു പൂച്ചക്കുഞ്ഞെ? ഞാനൊന്ന് ഉറങ്ങട്ടെ. നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് സുഖമായി ഉറങ്ങണ്ട. എഴുന്നേറ്റേ, ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ. നിങ്ങളുടെ കൊച്ചെന്നെ ഇന്നലെ രാത്രി ഒന്ന് കണ്ണടക്കാൻ പോലും സമ്മതിച്ചില്ലായിരുന്നു. ആണോടോ വാവേ എന്ന് പറഞ്ഞു ശ്യാം തലചരിച്ച് അവളുടെ വയറിലേക്ക് മുഖമടിപ്പിച്ചു. അവിടെ ചുണ്ടമർത്തി. എൻ്റെ പൂജ, ഇനി കഥ പറയാനൊന്നുമില്ല. ആദ്യം ചെന്നൈയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു എന്നും ആ കുട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നും പറഞ്ഞില്ലേ? ആ കുട്ടി മറ്റാരായിരുന്നില്ല, ജീവിതത്തിനേക്കാൾ ഫേമസ് ആയ സീനിയർ മ്യൂസീഷ്യൻ ഹരിനാരായണൻ സാറിൻ്റെ കൊച്ചുമകളായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവരുടെ വീട്ടിലെ ജോലിക്കാരിയും. അച്ഛനും അമ്മയും ഇല്ലാത്ത കൊച്ചായിരുന്നു അത്. അതുകൊണ്ട് ഹരിനാരായണൻ സാറും കുടുംബവും ആ കുട്ടിയെ ഒരുപാട് ലാളിച്ച് വളർത്തിയിരുന്നു. അതിൻ്റേതായ കുസൃതി ആ കുട്ടിക്കുണ്ടായിരുന്നു. അന്ന് ആ കുട്ടി എന്തോ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അത് കണ്ട വീട്ടുവേലക്കാരി ആ കുട്ടിയുടെ പിന്നാലെ പോകുന്നതാ. അങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. അന്ന് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആദ്യം കാണിച്ച ആത്മാർത്ഥത വേലക്കാരി പറഞ്ഞറിഞ്ഞിട്ടാണ് ഹരിനാരായണൻ സാർ അവനെ അന്ന് വിളിക്കുന്നത്. പറ്റിയെങ്കിലും ഒന്ന് നേരിൽ കാണണം എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തെ കാണുകയും ചെയ്തു. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി അന്ന് രക്ഷപ്പെട്ടത്. ആദ്യയോട് എന്താണ് താൻ പ്രത്യുപകാരമായി ചെയ്യേണ്ടത് എന്ന് ഹരിസാർ ചോദിച്ചപ്പോൾ അവനൊന്നും പറഞ്ഞിരുന്നില്ല. അന്നേരം ഗോകുൽ ചാടിക്കയറി പറഞ്ഞു, സാർ ഇവന് പാടാൻ ഒരു അവസരം കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ ആദ്യം പാടുകയും ചെയ്തു. പിന്നീട് അവനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവരുടെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച ആദിക്ക് അവർ സമ്മാനിച്ചതാണ് ഇന്ന് കാണുന്ന ഈ പദവിയൊക്കെയും. അത്രയും പറഞ്ഞ് ശ്യാം നിർത്തിയതും അവൻ്റെ ചുണ്ടുകൾ പിന്നെയും അവളുടെ വയറിൽ അമർന്നുകൊണ്ടേയിരുന്നു. 5.5 വർഷങ്ങൾക്കിപ്പുറം നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ് പ്രിയ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയ പ്രിയ പുറത്തേക്ക് ഇറങ്ങാൻ നേരാണ് തൊട്ടു മുന്നിലായി ഒരുപാട് ആൾക്കാർ കൂട്ടും കൂടി നിൽക്കുന്നത് കാണുന്നത്. കുറച്ചുപേര് ക്യാമറയുമായി പിന്നാലെ ചെല്ലുന്നുണ്ട്. പെൺപിള്ളേർ സെൽഫി എടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത് കണ്ടപ്പോഴേ അവൾക്ക് തോന്നി ഏതോ ഒരു സെലിബ്രിറ്റി ആണെന്ന്. ആളാരാണെന്നറിയാൻ പ്രിയ കുറച്ചുകൂടി മുന്നോട്ട് നടന്നതും അവിടെ നിൽക്കുന്ന ആദിയെ കണ്ട് പ്രിയയുടെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ രക്തവർണ്ണമായി. അവൾ പെട്ടെന്ന് മാസ്ക് ധരിച്ചു ഒന്ന് തിരിഞ്ഞു നിന്നു. ആ നിമിഷം ആദ്യം അവളുടെ മറികടന്നു അവളുടെ മുന്നിലൂടെ നടന്നു നീങ്ങി. സാർ പ്ലീസ് ഒന്ന് ഹഗ് ചെയ്തോട്ടെ. ഒരു പെണ്ണിൻ്റെ ശബ്ദം കേട്ടതും പ്രിയ മെല്ലെ തലചരിച്ചു നോക്കിയപ്പോഴാണ് തൊട്ട് മുന്നിലിരിക്കുന്ന
ആദ്യയും കുറച്ച് പെൺപിള്ളേരെയും കാണുന്നത്. സോറി, ഒന്നും തോന്നരുത്, ഞാൻ ആരെയും ഹഗ് ചെയ്യാറില്ല എന്നും പറഞ്ഞ് ആദ്യം ആ പെണ്ണിനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. അതെന്താ സാർ, നിങ്ങളെ ആര് ഹഗ് ചെയ്യാൻ വന്നാലും ഇത് തന്നെയാണല്ലോ മറുപടി. ജാടയാണോ അതോ ഞങ്ങളെപ്പോലെയുള്ളവരെ ഹഗ് ചെയ്യുന്നത് ആർക്കെങ്കിലും ഇഷ്ടമില്ല എന്നുണ്ടോ? എനിക്കൊരു ജാടയുമില്ല. കൂടെയുള്ള പെണ്ണിൻ്റെ ചോദ്യം കേട്ട് ആദ്യം ഒരിളം പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ രണ്ടാമത് പറഞ്ഞതാണോ അതിനുള്ള ഉത്തരം? അത് കേട്ടതും ആദ്യം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആണെന്ന് കൂട്ടിക്കോ എന്നും പറഞ്ഞ് ധൃതിയിൽ നടന്നു പോകുന്നത് പ്രിയ നോക്കി കാണുകയായിരുന്നു. അവൻ പറഞ്ഞ വാക്കുകളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് പ്രിയ. ആദ്യം പുറത്തേക്ക് എത്തിയതും ഷെബിയും ഗോകുലും അവനെയും കാത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇരുവരെയും ഹഗ് ചെയ്ത് അവൻ അവരുടെ കൂടെ വണ്ടിയിൽ കയറി പോകുന്നത് പ്രിയ കുറച്ച് മാറി നിന്ന് നോക്കി കാണുകയായിരുന്നു. അപ്പോഴേക്കും അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി ദീപ് അയച്ച ഡ്രൈവർ അവിടെ എത്തിയിരുന്നു. പ്രിയ അയാളുടെ കൂടെ ദീപിൻ്റെ വില്ലയിലേക്ക് യാത്ര തിരിച്ചു. ഷെബിയായിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്തത്. ഗോകുൽ കോ ഡ്രൈവിംഗ് സീറ്റിലുണ്ട്, ആദ്യ പിറകിലും. ആദി തൻ്റെ ഫോണിലെ ഗാലറിയിൽ കിടക്കുന്ന പ്രിയയുടെ ഫോട്ടോയിലേക്ക് കണ്ണു നട്ടിരിപ്പാണ്. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ദിവസവും 3 നേരം ഭക്ഷണത്തിന് മുൻപും പിൻപൊക്കെ ഇങ്ങനെ അവളുടെ ഫോട്ടോ നോക്കിയിരിക്കാൻ തന്നെയാണോ നിൻ്റെ ഉദ്ദേശം? നിനക്ക് അവൾ അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടേ, നേരെ അങ്ങോട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ പോരെ? എന്തായാലും ഒരടി അത് പ്രതീക്ഷിച്ചിട്ട് വേണം നീ അവളുടെ മുന്നിലേക്ക് പോകാൻ. എനിക്ക് അവളെ മിസ് ചെയ്യാറേ ഇല്ല, കാരണം അവളുള്ളത് എൻ്റെ ഹൃദയത്തിനുള്ളിലാണ്. നീ ഇങ്ങനെ സാഹിത്യം പറഞ്ഞിരുന്നോ? അവളുടെ തന്തയ്ക്ക് നിന്നോടിപ്പോൾ നല്ല അസൂയയാ. അതുകൊണ്ട് തന്തപ്പാടെ അവളുടെ കല്യാണം നടത്തുന്നതിന് മുൻപ് അവളെ കണ്ട് സംസാരിക്കാൻ നോക്ക്. ഗോകുൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആദ്യോടെന്ന പോലെ പറഞ്ഞു. എടാ ആദി, അവളിപ്പോൾ പോയിട്ട് 5.5 വർഷമായില്ലേ? അവളുടെ MBBS കോഴ്സ് കഴിഞ്ഞാണില്ലേ? എന്നിട്ടും അവൾ എന്താ ഇതുവരെ ആയിട്ട് നാട്ടിലേക്ക് വരാത്തത്? ഇനിയിപ്പോൾ നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവൾ ലണ്ടനിൽ വേറെ കെട്ടിക്കാണോ? പോടാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മനുഷ്യൻ്റെ സമാധാനം കളയാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞോളും. ഷെബിയുടെ ചോദ്യം കേട്ട് ആദ്യം അവനെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല, MLA സാർ തിരക്കിലാണോ? എന്തേ വരാഞ്ഞത്? ആദ്യ വിഷയം മാറ്റി. മിക്ക ദിവസങ്ങളിലും തിരക്കിലാണ്, പക്ഷേ ഇന്ന് അവരുടെ ആനിവേഴ്സറി ആണല്ലോ, അതുകൊണ്ട് തിരക്കൊക്കെ മാറ്റി വെച്ചേ ഭാര്യയോടൊപ്പം റൊമാൻസിലാണ്. അതൊന്നുമല്ല ഇന്നത്തെ പ്രധാന വിഷയം. ഇവനും മിൻഹയും 1-2 പറഞ്ഞ് അടി കൂടുന്നതിനിടയിലേ ഇവൻ നൈസായിട്ട് ആ മിൻഹയെ പ്രപ്പോസ് ചെയ്തു. അതും അവളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ അവസാന നിമിഷത്തിൽ. ഇത്രയും നാൾ ഇവൻ ഉറങ്ങുകയായിരുന്നല്ലോ. ഗോകുൽ ഷെബിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അവൾ എന്ത് പറയാൻ, കിളി പോയി നിന്നപ്പോൾ ശ്യാം ഇടപെട്ടേ അവൻ തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഒരുവിധം സെറ്റാക്കി. ഗോകുൽ ആദ്യോട് കാര്യങ്ങൾ വിശദമാക്കി. ഇനിയും സമയമുണ്ട് എൻ്റെ ഷെബി മോനെ, നിന്റെ പറയാൻ മറന്ന പ്രണയം അവളും കൂടി അറിയട്ടെന്ന്. ഹേയ് വേണ്ടടാ, പറയാൻ മറന്ന എൻ്റെ പ്രണയം ഒരു മുറിവായി എൻ്റെ മനസ്സിൽ തന്നെ അങ്ങനെ കിടന്നോട്ടെ. ഒരു നിലയിലും എത്താത്ത എന്നെക്കാളും എന്തുകൊണ്ടും അവൾക്ക് ചേരുന്നത് ഒരു പോലീസുകാരൻ തന്നെയാ. അതും പറഞ്ഞ് ഷെബി ആഞ്ഞൊരു ശ്വാസം വലിച്ചു. എടാ, നിന്റെ കഥ കേൾക്കാൻ രാജ്മോഹൻ സാർ സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റന്നാൾ രാജ്മോഹൻ സാറിനെ കാണാൻ പോകണം. സാറിന് എന്തായാലും നിന്റെ സ്റ്റോറി ഇഷ്ടമാവുകയും ചെയ്യും. ഈ സിനിമ നിന്റെ ഡയറക്ഷനിൽ തന്നെ ഇറങ്ങുകയും ചെയ്യും. അതിലൊരു പാട്ട് ഞാൻ പാടുകയും ചെയ്യും. നീ സമാധാനമായിരിക്കേ. അത്രയും പറഞ്ഞ ആദി സീറ്റിൽ ചാരിയിരുന്ന് കണ്ണടച്ച് കിടന്നു. പ്രിയയുടെ ഓർമ്മകളിലേക്ക് ചേക്കേറി.